മജ്ജ്മനികായ 13 മഹാദുഃഖഖന്ദ സൂത്ത. മഹാദുഃഖങ്ങളുടെ സ്കന്ധം അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെ അർത്ഥം. മറ്റുള്ള വിഭാഗക്കാർ ഇന്ദ്രിയസുഖങ്ങളെ അറിയുന്നു എന്ന് പറയുന്നു, രൂപം അല്ലെങ്കിൽ ശരീരത്തെ അറിയുന്നു എന്ന് പറയുന്നു, വേദന അല്ലെങ്കിൽ അനുഭവങ്ങളെ അറിയുന്നു എന്ന് പറയുന്നു. എന്താണ് മറ്റുള്ള മതക്കാരും അതേപോലെ തന്നെ ബുദ്ധൻ്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം? അതാണ് ഈ സൂത്രത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് ഭിക്ഷുക്കൾ രാവിലെ അവരുടെ വസ്ത്രമെല്ലാം അണിഞ്ഞതിന് ശേഷം ശ്രാവസ്തിയിൽ ഭിക്ഷാന്നത്തിനായിട്ട് ചെന്നു. അപ്പോൾ അവർക്ക് തോന്നി ശ്രാവസ്തിയിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങാൻ പറ്റിയ സമയമല്ല ഇത്, നേരത്തെ നമ്മൾ വന്നു എന്നവർക്ക് തോന്നി. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആശയം ഉദിച്ചു: എന്തുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ള ധർമ്മത്തിലെ സന്യാസിമാരെ സന്ദർശിച്ചുകൂടാ? അപ്പോൾ ആ ഭിക്ഷുക്കൾ അന്യമതസ്ഥരായിട്ടുള്ള പരിവ്രാജകന്മാർ അല്ലെങ്കിൽ സന്യാസിമാർ അവരുടെ ആശ്രമത്തിൽ ചേർന്ന് അവരുമായിട്ട് കുശല പ്രശ്നങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അഭിവാദ്യവും കുശല പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ ഭിക്ഷുക്കൾ ഒരു വശത്ത് ഇരുന്നു. അപ്പോൾ അന്യമതസ്ഥരായിട്ടുള്ള ആ പരിവ്രാജകർ അല്ലെങ്കിൽ സന്യാസിമാർ ഈ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: സമണോ ആവസോ ഗോതമോ കാമാനം പരിഞ്ഞം പഞ്ഞാപേതി മയമ്പി കാമാനം പരിഞ്ഞം പഞ്ഞാപേമ. മിത്രങ്ങളെ, ശ്രമണ ഗൗതമൻ കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ അതിനെപ്പറ്റി പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കാനും സാധിക്കും. ഞങ്ങൾക്കും ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കും അത് ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും. സമണോ ആവുസോ ഗൗതമോ രൂപാനം പരിഞ്ഞം പഞ്ഞാപേതി മയമ്പി രൂപാനം പരിഞ്ഞം പഞ്ഞാപേമ. മിത്രങ്ങളെ, ശ്രമണ ഗൗതമൻ രൂപത്തെപ്പറ്റി പരിപൂർണമായിട്ട് അറിഞ്ഞു. അതിനെ ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾക്കും രൂപത്തെപ്പറ്റി പരിപൂർണമായിട്ട് അറിയും. ഞങ്ങളും അത് ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇവിടെ രൂപം എന്ന് പറയുന്നത് ശരീരം, അതായത് പുറത്തുള്ള ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ശരീരം, ഇതിനെയാണ് ഇവിടെ രൂപം എന്ന് പറയുന്നത്. സമണോ ആവസോ ഗൗതമോ വേദനാനം പരിഞ്ഞം പഞ്ഞാപേതി മയമ്പി വേദനാനം പരിഞ്ഞം പഞ്ഞാപേമ. ശ്രമണ ഗൗതമൻ വേദനകൾ അതിനെ പരിപൂർണമായിട്ടും അറിഞ്ഞു. അത് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളും വേദനയെ പരിപൂർണമായിട്ടും അറിഞ്ഞു. ഞങ്ങൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയും. ഇവിടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ അനുഭവങ്ങൾ എന്നാണ് അർത്ഥം. സുഖ അനുഭവങ്ങൾ, ദുഃഖ അനുഭവങ്ങൾ, ന്യൂട്രലായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സംവേദന, അതിനെയാണ് ഇവിടെ വേദന എന്ന് പറയുന്നത്. മിത്രങ്ങളെ, അപ്പോൾ ശ്രമണ ഗൗതമൻ്റെ ശിക്ഷണവും നിർദ്ദേശവും അതേപോലെ തന്നെ ഞങ്ങളുടെ ശിക്ഷണവും നിർദ്ദേശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ധമ്മദേശനവും അനുശാസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ആ ഭിക്ഷുക്കൾ മറ്റുള്ള മതത്തിലെ പരിവ്രാജകന്മാരുടെ ആ പ്രസ്താവനയെ സമ്മതിച്ചു കൊടുക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്തില്ല. ഈ പ്രസ്താവനകളുടെ സത്യം നമ്മൾ ഗൗതമ ബുദ്ധനിൽ നിന്ന് തന്നെ അറിയും എന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് എഴുന്നേറ്റു. ഭിക്ഷാടനം കഴിഞ്ഞ് ഭിക്ഷാന്നം കഴിച്ചതിന് ശേഷം അവർ ഗൗതമ ബുദ്ധൻ്റെ അടുത്ത് പോയി വന്നിച്ചതിന് ശേഷം ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു. മറ്റുള്ള മതത്തിലെ സന്യാസിമാർ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റിയും രൂപത്തെപ്പറ്റിയും അതേപോലെ തന്നെ വേദനകളെപ്പറ്റിയും അവരും പരിപൂർണമായിട്ട് അറിഞ്ഞു. അവർക്കും അത് ബാക്കിയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ബുദ്ധൻ്റെയും ഞങ്ങളുടെയും അറിവും ഉപദേശവും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ബുദ്ധൻ ആ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: മറ്റുള്ള മതത്തിലെ പരിവ്രാജകർ അല്ലെങ്കിൽ സന്യാസിമാർ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഇങ്ങനെ പറയണം: കോപനാവുസോ കാമാനം അസ്സാദോ കോ ആദിനവോ
കിം നിസ്സരണം. മിത്രങ്ങളെ, ഈ കാമങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം എന്താണ്? എന്താണ് അതിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ? കിം നിസ്സരണം, അതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് പുറത്തു വരാൻ സാധിക്കും? കോ രൂപാനം അസ്സാദോ കോ ആദിനവോ കിം നിസ്സരണം. രൂപത്തിൻ്റെ ആസ്വാദനം എന്താണ്? അതിൻ്റെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കുറവെന്താണ്? എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും? കോ വേദനാനം അസ്സാദോ കോ ആദിനവോ കിം നിസ്സരണം. വേദന അല്ലെങ്കിൽ സംവേദനകളുടെ ആസ്വാദനം എന്താണ്? അതിൻ്റെ ഭയം എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ കുറവെന്താണ്? കിം നിസ്സരണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കും? ഭിക്ഷുക്കളെ, ഇങ്ങനെ നിങ്ങൾ അന്യമതസ്ഥരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തരം മുട്ടും. ഉത്തരം പറയാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടും. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഇക്കാര്യങ്ങൾ അവരുടെ വിഷയമേ അല്ല, അവർക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. ഈ ലോകത്തിൽ ദേവന്മാർക്കോ ശ്രമണന്മാർക്കോ ബ്രാഹ്മണന്മാർക്കോ മനുഷ്യന്മാർക്കോ ദേവന്മാർക്കോ ഈ ലോകത്തിലെ മറ്റൊരു ജീവിക്കും ഇതിന് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല. ഇതിന് തൃപ്തികരമായിട്ടുള്ള ഉത്തരം സമ്യക് സംബുദ്ധനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച ശിഷ്യന്മാർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. കോജ ഭിക്കവേ കാമാനം അസ്സാദോ. എന്താണ് കാമങ്ങളുടെ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം? ഇവിടെ കാമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, അതേപോലെ തന്നെ ത്വക്ക്. ഈ ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയവുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത്, അതായത് കണ്ണ് രൂപവുമായിട്ട് മൂക്ക് ഗന്ധവുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത്, സുഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി അത് ആസ്വദിക്കാൻ തുടങ്ങും. അതിനെയാണ് ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചിമേ ഭിക്കവേ കാമഗുണ. ഈ ഇന്ദ്രിയ സുഖങ്ങൾ 5 പ്രകാരത്തിലുണ്ട്. കഥമേ പഞ്ച, ഏതാണ് ആ 5 എണ്ണം? ചക്കുവിඤ്ഞേയ രൂപ, ഇഷ്ഠ, കന്ത, മനാപ, പിയരൂപ, കാമൂപസംഹിത, രജനീയ. കണ്ണുകൊണ്ട് കാണുന്ന രൂപങ്ങൾ അതിന് ഇഷ്ടമാണ്, ആഗ്രഹിക്കുന്നതാണ്, നമ്മൾക്ക് അനുകൂലമാണ്, സുഖകരമാണ്, കാമങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, രസകരമായിട്ട് തോന്നുന്നതാണ്. ഇതേപോലെ തന്നെ സ്രോതവിന്യേയ സദ്ദ, ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദം, ഘാണവിന്യേയ ഗന്ധ, മൂക്കുകൊണ്ട് മണക്കുന്ന ഗന്ധം, ജിവാവിന്യേയ രസ, നാവ് കൊണ്ട് സ്പർശിക്കുന്ന രസം, കായവിന്യേയ ഫൊഡഭ, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സ്പർശം. ഇതെല്ലാം ഇഷ്ടമുള്ളതാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, രസകരമാണ്, കാമേച്ഛയെ വർദ്ധിപ്പിക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. ഇമേ ഖോ ഭിക്കവേ പഞ്ച കാമഗുണ. ഭിക്ഷുക്കളെ, ഇതാണ് 5 കാമഗുണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ. യം ഖോ ഭിക്കവേ ഇമേ പഞ്ച കാമഗുണ പഠിച്ച ഉപജ്ജതി സുഖം സോമനസ്സം അയം കാമാനം അസ്സാദു. ഈ 5 ഇന്ദ്രിയങ്ങളിൽ ഉത്തേജനമുണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് സുഖകരവും അതേപോലെ തന്നെ സന്തോഷവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം എന്ന് പറയുന്നത്. സുഖം സൗമനസ്സം, അതായത് നമ്മുടെ ശരീരത്തിൽ സുഖമുണ്ടാകും, അതേപോലെ തന്നെ മനസ്സിലും സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇഷ്ടമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ നമ്മളെ സ്പർശിക്കുന്ന സമയത്ത്. നമ്മൾ ഇതിനു മുൻപുള്ള സൂത്രത്തിലും കണ്ടു, തൃഷ്ണ അല്ലെങ്കിൽ തനഹ എന്ന് പറയുന്നത് എപ്പോഴും പ്രിയങ്കരമായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇട്ട, കന്ത, മനാപ, അതെല്ലാം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രിയങ്കരമായിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്നാണ് എപ്പോഴും തൃഷ്ണ തുടങ്ങുന്നത്. അതിനാലാണ് ബുദ്ധൻ ഇന്ദ്രിയ സംവരത്തിന് അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുക, ആവശ്യമില്ലാതെ ഈ തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, അതുമൂലം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അകുശല ചിന്തകൾ ഉണ്ടാകും എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ കാരണമാണ് പറയുന്നത്.
കോച്ച ഭിക്ഷവേ കാമാനം ആദിനവോ. ഭിക്ഷുക്കളെ, ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ ആദിനവം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കമ്മി എന്താണ്? ഇങ്ങനെ കരുതുക, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പല തൊഴിലുകളിൽ ഏർപ്പെടാറുണ്ട്. അത് കണക്കാകാം, അക്കൗണ്ടിംഗ് ആകാം, അല്ലെങ്കിൽ കൂട്ടലാകാം, കൃഷിയാകാം, വ്യവസായമാകാം, പശു പരിപാലനമാകാം, അല്ലെങ്കിൽ ശസ്ത്രവിദ്യ ആയിരിക്കാം, ഗവൺമെൻറ് സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയായിരിക്കാം. ആ സമയത്ത് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് രാജപുരുസേന, അതായത് രാജാക്കന്മാരുടെ ജോലി. പണ്ട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവരെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മളുടെ ഗവൺമെൻറ് സർവീസ് ഉള്ളവർക്കാണ് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത്. അതായത് ഏത് ജോലിയുമാകാം, ധനം സമ്പാദിക്കാനായിട്ട് ഒരു വ്യക്തി ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടണം, ആ ജോലി. എന്നാൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് തണുപ്പിനെയും ചൂടിനെയും നേരിടേണ്ടി വരും, ഈച്ചയുടെയും കൊതുകിൻ്റെയും ശല്യം സഹിക്കേണ്ടി വരും, കാറ്റും വെയിലും ഇഴജന്തുക്കളുടെയും ശല്യം സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും മരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു കൂലിപ്പണിക്കാരന് വെയിലും മഴയും ഏറ്റ് കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ടാകും. ഒരു IT സ്പെഷ്യലിസ്റ്റിന് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രയാസമുണ്ടാകും. ഈ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 5 ഇന്ദ്രിയങ്ങൾക്കും സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധനം സമ്പാദിക്കുന്നത്. വീട്ടിലൊരു TV വേണം, അപ്പോൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് നോക്കി സുഖങ്ങൾ ആസ്വദിക്കാം. AC വേണം, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടേൽക്കില്ല, സുഖകരമായിട്ട് ജീവിക്കാം. ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും വേണം, എന്തെന്നാൽ അത്രയധികം സുഖകരമായിട്ട് നമ്മൾക്ക് ജീവിക്കാം. വലിയ വാഹനങ്ങൾ വാങ്ങിച്ച് അതിൽ സൗകര്യമായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്കും സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധനസമ്പാദനം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ധനം സമ്പാദിക്കുന്ന ഓരോരുത്തരും നേരിടുന്നുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ ഇതാണ് കാമസുഖങ്ങളുടെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം. ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ തുടക്കം. ചിലപ്പോൾ ഒരു വ്യക്തി വളരെ നല്ല പോലെ അധ്വാനിക്കുന്നുണ്ടാകും, പ്രയത്നിക്കുന്നുണ്ടാകും, കഷ്ടപ്പെടുന്നുണ്ടാകും. പക്ഷേ എങ്കിലും ആ വ്യക്തിക്ക് ചിലപ്പോൾ പണം സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ശോകമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു, കരച്ചിലുണ്ടാകുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു. ചിലപ്പോൾ കരഞ്ഞ് ബോധം കെട്ട് വീണു എന്നും വരാം. അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും, എൻ്റെ കഠിനാധ്വാനം മുഴുവനും പാഴായി, എൻ്റെ പ്രയത്നത്തിന് ഒരു ഫലവും കിട്ടിയില്ല. ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് അതിൻ്റെ കാരണത്താൽ ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ, പ്രശ്നങ്ങൾ അത് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാണ്, ഇന്ദ്രിയ സുഖങ്ങൾ പ്രശ്നമാണ് എന്ന്. മറ്റൊരു വ്യക്തി വളരെയധികം കഠിനാധ്വാനം ചെയ്തു, പ്രയത്നിച്ചു, എന്നിട്ട് ധാരാളം പണവും ആ വ്യക്തിക്ക് കിട്ടി. പക്ഷേ ആ പണത്തെ സംരക്ഷിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിക്കുന്നു. ധാരാളം പൈസ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, എങ്ങനെയാണ് എൻ്റെ ധനത്തെ രാജാക്കന്മാരിൽ നിന്നും അതേപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും രക്ഷിക്കുക? തീയിൽ നിന്നും അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്നും എൻ്റെ പണം എങ്ങനെ സംരക്ഷിക്കാം? അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു അനന്തരാവകാശിയിൽ നിന്ന് എങ്ങനെ എൻ്റെ ധനത്തെ സംരക്ഷിക്കാം? പണ്ട് രാജാക്കന്മാർ ബലപൂർവം ചിലരുടെ ധനം അപഹരിക്കും, അല്ലെങ്കിൽ നികുതിയായിട്ട് കൊണ്ടുവരാൻ പറയും. ഇന്ന് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കള്ളന്മാർ കട്ടുകൊണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ തീപിടുത്തത്തിൽ നശിക്കും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ നശിക്കും. അല്ലെങ്കിൽ അർഹതയില്ലാത്ത അനന്തരാവകാശികളാണ് തൻ്റേത്,
അവരുടെ കയ്യിൽ ഇത് പെടാതെ എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മമാരെ മക്കൾ നോക്കില്ല. അപ്പോൾ അച്ഛനമ്മമാർ വിചാരിക്കും, എൻ്റെ സ്വത്ത് ഈ മക്കളുടെ കയ്യിൽ പെടാതിരിക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. കാരണം മക്കൾ സ്വഭാവദൂഷ്യമുള്ള വ്യക്തികളാണ്. എന്നാൽ അവർ എത്ര തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അക്കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും രാജാക്കന്മാരോ അല്ലെങ്കിൽ കള്ളന്മാരോ ആ ധനത്തെ അപഹരിക്കും. ആ ധനം അഗ്നിക്ക് ഇരയാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ അത് ഒലിച്ചു പോകും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അനന്തരാവകാശി അത് കൈക്കലാക്കും. അപ്പോഴും അവർക്ക് ശോകവും ദുഃഖവും ഉണ്ടാകും. നെഞ്ചത്തടിച്ച് അവർ കരയും. കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴത്ത് വീഴും. ഒരിക്കൽ ഈ ധനം എൻ്റേതായിരുന്നു, ഇപ്പോൾ ഈ ധനം പോയി എന്ന് പറഞ്ഞ് അവർ ദുഃഖിക്കും. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അത് കാരണമായിട്ടുള്ള ദുഃഖങ്ങളാണ് ഇതിന് കാരണം. അത് ഈ ജീവിതത്തിൽ തന്നെ വളരെ പ്രകടമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം അല്ലെങ്കിൽ പ്രശ്നം ഈ ജീവിതത്തിൽ തന്നെ പ്രകടമാണ്. ഇന്നും നമ്മൾ ഇക്കാര്യം ധാരാളം കാണാറുണ്ട്. ചില രാജാക്കന്മാർ അവരുടെ സാമ്രാജ്യം പടുത്തുയർത്തി, കോട്ടകൾ പടുത്തുയർത്തി, ഒരുപാട് ധനം അതിൽ നിക്ഷേപിച്ചു. പക്ഷെ പിന്നീട് അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വന്നു ചേരുന്നു. രാജാക്കന്മാർക്ക് അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് വലിയ ദുഃഖമുണ്ടാകും. പണ്ടത്തെ രാജാക്കന്മാർ കഷ്ടപ്പെട്ട് പണിത മിക്ക കോട്ടകളും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതിൽ ആസക്തരായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് എത്ര വിഷമമുണ്ടാകും. അതുമാത്രമല്ല, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജാക്കന്മാർ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഗൃഹസ്ഥന്മാർ ഗൃഹസ്ഥന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, അമ്മ മക്കളുമായിട്ട് വഴക്കിടുന്നു, മക്കൾ അമ്മയുമായിട്ട് വഴക്കിടുന്നു, അച്ഛൻ മക്കളുമായിട്ട് വഴക്കിടുന്നു, മക്കൾ അച്ഛനുമായിട്ട് വഴക്കിടുന്നു, സഹോദരൻ സഹോദരനുമായിട്ട് വഴക്കിടുന്നു, സഹോദരൻ സഹോദരിയുമായിട്ട് വഴക്കിടുന്നു, സഹോദരി സഹോദരനുമായിട്ട് വഴക്കിടുന്നു, സുഹൃത്ത് സുഹൃത്തുമായിട്ട് വഴക്കിടുന്നു. ഇന്ന് മിക്ക വീട്ടിലെയും കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് ധനം വേണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേണം. അത് കാരണം ലോകത്തിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അവർ വഴക്ക് കൂടുന്ന സമയത്ത്, തർക്കിക്കുന്ന സമയത്ത്, പൊരുതുന്ന സമയത്ത് അവർ പരസ്പരം മുഷ്ടികൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും വടികൾ കൊണ്ടും അതേപോലെ തന്നെ വാളുകൾ കൊണ്ടും പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുന്നു. വാക്കുകളുടെ പോര് മുറുകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം കൊണ്ടുള്ള പോരായിരിക്കും നടക്കുക. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള ശാരീരിക വേദനയോ അനുഭവിക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം കാരണം ഇന്ദ്രിയ സുഖങ്ങളാണ്. അതാണ് അതിൻ്റെ തുടക്കം. അതുമൂലം ആണ് ഈ ദുഃഖങ്ങൾ എല്ലാം ഉണ്ടായത്. അത് ഈ ജീവിതത്തിൽ തന്നെ പ്രകടമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഈ ജീവിതത്തിൽ തന്നെ പ്രകടമാണ്. അതുകൂടാതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വാളും പരിചയം എടുക്കുന്നത്, അമ്പും വില്ലും എടുക്കുന്നത്, എന്നിട്ട് രണ്ട് പക്ഷവും ഏറ്റുമുട്ടുന്നത്. ആ സമയത്ത് അമ്പുകൾ പായും, വാളുകൾ തിളങ്ങും. അവരെ അമ്പുകൾ തറയ്ക്കും, അതേപോലെ തന്നെ കുന്തങ്ങൾ തറയ്ക്കും, അല്ലെങ്കിൽ അവരുടെ തല വെട്ടിമാറ്റപ്പെടും. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. ഈ ജീവിതത്തിൽ തന്നെ ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഭയം ഈ തരത്തിൽ പ്രകടമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതുതന്നെയാണ് ഈ ദുഃഖ സ്കന്ധങ്ങൾക്ക് നിദാനം. മാത്രമല്ല, ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ വാളും പരിചയം എടുക്കുന്നത്, അമ്പും വില്ലും എടുക്കുന്നത്, എന്നിട്ട് കോട്ടകളെ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ആ സമയത്ത് അമ്പുകൾ പായും, വാളുകൾ തിളങ്ങും. അപ്പോൾ അവർക്ക് അമ്പുകൾ ഏൽക്കും, കുന്തങ്ങൾ ഏൽക്കും, ശക്തരായിട്ടുള്ള സേന അവരെ ഞെരിക്കും, എന്നിട്ട് അവരുടെ തലകൾ അറുത്തു മാറ്റപ്പെടും. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. ഈ ജീവിതത്തിൽ തന്നെ ഇതാണ് ഇന്ദ്രിയ സുഖങ്ങളുടെ
പ്രശ്നം അല്ലെങ്കിൽ ഭയം. ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണം, നിദാനം. അതുതന്നെയാണ് ദുഃഖങ്ങൾക്ക് കാരണം. മാത്രമല്ല ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഭവനഭേദനം നടത്തുന്നത്, വീട്ടിൽ കയറി ധനം മോഷ്ടിക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകളിൽ കയറി മോഷണം നടത്തുന്നത്, അല്ലെങ്കിൽ റോഡുകളിൽ മോഷണം നടത്തുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരം നടത്തുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് ധാരാളം പൈസ വേണം. പൈസ നേരെ സമ്പാദിക്കാൻ പറ്റില്ലെങ്കിൽ ഇവർ മോഷണം നടത്തും. വീടുകളിൽ കയറി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീടുകളിൽ കയറി മോഷണം നടത്തും, അല്ലെങ്കിൽ ഹൈവേ റോബറി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി വ്യഭിചാരം ചെയ്യും. അപ്പോൾ രാജാക്കന്മാർ അവരെ പിടിക്കും, എന്നിട്ട് പലതരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് നൽകും. ചാട്ടവാറ കൊണ്ട് അടിക്കും, വടികൊണ്ട് അടിക്കും, വടികൊണ്ട് തലയ്ക്കടിക്കും, അല്ലെങ്കിൽ അവരുടെ കൈയും കാലും മുറിക്കും, അല്ലെങ്കിൽ രണ്ടും മുറിക്കും, ചെവിയോ മൂക്കോ മുറിക്കും, അല്ലെങ്കിൽ രണ്ടും മുറിക്കും. പിന്നെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് അവരെ ഇരയാക്കും. നമ്മൾക്കെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത മൂന്നാം മുറകളാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ പലതരം പേരുകളുണ്ട്, അത് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. പോറിഡ്ജ് പോട്ട്, ഷെൽ ഷേവ്, രാഹൂസ് മൗത്ത്, ഗാർലൻഡ് ഓഫ് ഫയർ, ബേണിംഗ് ഹാൻഡ്, ബുൾറൂഷ് ടിസ്റ്റ്, ഡാർക്ക് ഡ്രസ്, ആൻറ്റിലോപ്പ്, മീറ്റ് ഹുക്ക്, കാസ്റ്റിക് പിക്കിൾ, ട്വിസ്റ്റിംഗ് ബാർ, സ്ട്രാ മാറ്റ്, ശരീരത്തിൽ ചൂടുള്ള എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നായ്ക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം കീറി മുറിക്കുക, അല്ലെങ്കിൽ തല വെട്ടി മാറ്റുക. ഇത്തരം അതിക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികളാണ് പണ്ട് രാജാക്കന്മാർ നടത്തിയിരുന്നത്. ചിലപ്പോൾ മുതലയ്ക്ക് എറിഞ്ഞു കൊടുക്കും, സിംഹത്തിന് കൊടുക്കും, പട്ടിണിക്കിടും. അങ്ങനെ കൊടും ക്രൂരമായിട്ടുള്ള ശിക്ഷകളാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നൽകിയിരുന്നത്. ഈ കുറ്റകൃത്യങ്ങൾക്ക് കാരണമെന്താണ്? ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി. അതിനുവേണ്ടി ധനം വേണം. അപ്പോൾ ധനം മോഷ്ടിച്ചു. ഇതുമൂലം എന്തു പറ്റും? മരണം അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള വേദന അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഈ ദുഃഖങ്ങൾക്ക് എല്ലാം കാരണമെന്താണ്? ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് അതിന് നിദാനം. അതിനാൽ ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം അല്ലെങ്കിൽ പ്രശ്നം നമ്മൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ആടിനെ കൊല്ലൽ, മാട്ടിനെ കൊല്ലൽ, കോഴിയെ കൊല്ലൽ, വ്യഭിചാരം, മോഷണം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയവ. ഈ ചീത്ത പ്രവൃത്തികൾ മൂലം അവരുടെ മരണശേഷം അവർ ദുർഗതിയിൽ ചെന്ന് ജനിക്കുന്നു. അതായത് നരകലോകത്ത്, അധോലോകത്ത് ചെന്നവർ ജനിക്കുന്നു. ഈ ദുഃഖങ്ങൾക്കും കാരണം നിദാനം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഉള്ള ആസക്തിയാണ്. ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങൾ കൊണ്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഭയം കാണാവുന്നതാണ്. കിഞ്ച ഭിക്കവേ കാമാനം നിസ്സരണം. ഭിക്ഷുക്കളെ, ഈ ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾക്ക് എങ്ങനെ അതിക്രമിക്കാം, എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാം? യോഖോ ഭിക്കവേ കാമേസു ചന്ദരാഗ വിനയോ ചന്ദരാഗപഹാനം ഇതം കാമാനം നിസ്സരണം. ഭിക്ഷുക്കളെ, ഈ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആഗ്രഹം, അതേപോലെ തന്നെ അതിനോട് രാഗം അല്ലെങ്കിൽ ആസക്തി, അതിനെ ഉപേക്ഷിക്കണം. ഇതിനോടുള്ള ആഗ്രഹവും അതേപോലെ തന്നെ ആസക്തിയും ഇല്ലാതാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. യഹാംപേ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ കാമസുഖങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ആസ്വാദനം, അതേപോലെ തന്നെ അതിൻ്റെ ഭയം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള കാര്യത്തെപ്പറ്റി അവർ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുമൂലം ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി അവർക്ക് പരിപൂർണമായിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടില്ല. അതുമൂലം കാമഗുണങ്ങളെപ്പറ്റി മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കാനും സാധിക്കില്ല. അങ്ങനെ അഭ്യസിക്കുന്ന വ്യക്തിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കില്ല. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. സമണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രമം ചെയ്യുന്നവൻ അല്ലെങ്കിൽ പരിശ്രമം ചെയ്യുന്നവൻ, സന്യാസി എന്നൊക്കെയാണ് അർത്ഥം. അവർ ഈ ഇന്ദ്രിയ സുഖങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു.
അവയുടെ ആസ്വാദനം, പ്രശ്നം, അവയിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്നതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ അവർ മനസ്സിലാക്കുന്നു. അതുമൂലം ഈ ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി അവർക്ക് നല്ല പോലെ മനസ്സിലാക്കാൻ സാധിക്കും, മറ്റുള്ളവരെ പഠിപ്പിക്കാനും സാധിക്കും. ആ രീതിയിൽ അഭ്യസിക്കുന്നവർക്ക് ഇന്ദ്രിയ സുഖങ്ങളെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. കോച ഭിക്ഷവേ രൂപാനം അസ്സാദോ, ഭിക്ഷുക്കളെ ഈ രൂപത്തിൻ്റെ ആസ്വാദനം എന്താണ്? ഇവിടെ രൂപം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വന്തം ശരീരം അല്ലെങ്കിൽ പുറമേ നമ്മൾ കാണുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ, അതാണ് രൂപം എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഒരു ബ്രാഹ്മണന്, ക്ഷത്രിയന് അല്ലെങ്കിൽ ഗൃഹസ്ഥന് ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് കരുതുക. അവൾക്ക് 15 അല്ലെങ്കിൽ 16 വയസ്സായിട്ടുണ്ട്. അവൾക്ക് കൂടുതലോ കമ്മിയായിട്ടോ ഉയരമില്ല, കൂടുതൽ തടിച്ചതോ കൂടുതൽ മെലിഞ്ഞതോ അല്ല, കൂടുതൽ കറുത്തതോ കൂടുതൽ വെളുത്തതോ അല്ല. അവൾ സൗന്ദര്യത്തിൻ്റെ ഉച്ചസ്ഥായിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവളുടെ സമയം അതാണ്. അങ്ങനെയല്ലേ ഭിക്ഷുക്കളെ? അതേ ബന്ധേ. ഇവിടെ ബന്ധേ എന്ന് പറയുന്ന വാക്യം എന്ന് പറയുന്നത് തന്നെക്കാളും ഉയർന്ന ഭിക്ഷുക്കളെ ആദരപൂർവം നമ്മൾ വിളിക്കുന്ന പേരാണ് ബന്ധേ എന്ന് പറഞ്ഞിട്ട്. സാധാരണ ബുദ്ധഭിക്ഷുക്കളെ നമ്മൾ ബന്ധേ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ സൗന്ദര്യത്തിൽ നിന്ന് ഉയരുന്ന സുഖം, സോമനസം, അതായത് ഈ സൗന്ദര്യം കാണുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന സുഖം, മനസ്സിലുണ്ടാകുന്ന സുഖം, അയം രൂപാനം അസാദോ, അതുതന്നെയാണ് ആ രൂപത്തിൻ്റെ ആസ്വാദനം. അതായത് സുന്ദരമായിട്ടുള്ള ഒരു ശരീരം നമ്മൾ പുറത്ത് കാണുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലൊരു സുഖമുണ്ടാകും, മനസ്സിലൊരു സുഖമുണ്ടാകും. അതാണ് ആ രൂപത്തിൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത്. കോച ഭിക്ഷവേ രൂപാനം ആദിനവോ, ഭിക്ഷുക്കളെ ആ രൂപത്തിൻ്റെ ആദിനവം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ പ്രശ്നം എന്താണ്? അതായത് അങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് ആ രൂപത്തിൻ്റെ പ്രശ്നം എന്താണ്? അതുകൊണ്ടുള്ള ഭയം എന്താണ്? ഉദാഹരണമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അതേ പെൺകുട്ടിയെ വീണ്ടും കാണുന്നു. ഇപ്പോൾ അവർക്ക് വയസ്സ് 80 വയസ്സായി, 90 വയസ്സായി, 100 വയസ്സായി. അവൾക്ക് നല്ല കൂനുണ്ട്, അതേപോലെ തന്നെ വിരൂപിയാണ്, വടി പിടിച്ച് വിറച്ചാണ് നടക്കുന്നത്, രോഗിണിയാണ്, യുവത്വം എല്ലാം കഴിഞ്ഞു, പല്ലുകൾ എല്ലാം കൊഴിഞ്ഞു, തലമുടി നരച്ചു, വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, അതേപോലെ തന്നെ കഷണ്ടിയുമായി, തൊലി മുഴുവൻ ചുളുങ്ങിയിരിക്കുകയാണ്, കാലുകൾ വീങ്ങിയിരിക്കുകയാണ്. ഭിക്ഷുക്കളെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ആ സൗന്ദര്യം ഇല്ലാതായില്ലേ? അതിൻ്റെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് നിങ്ങൾക്ക് പ്രകടമായില്ലേ? അതേ ബന്ധേ. ഭിക്ഷുക്കളെ ഇതാണ് രൂപത്തിൻ്റെ ഭയം അല്ലെങ്കിൽ ആദിനവം അല്ലെങ്കിൽ പ്രശ്നം. ഭിക്ഷുക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കരുതുക, ആ സ്ത്രീയെ നിങ്ങൾ കാണുന്നു, അവർ രോഗിണിയാണ്, ദുഃഖിതയാണ്, തീവ്രമായിട്ടുള്ള രോഗമാണ് അവൾക്കുള്ളത്, സ്വന്തം മലമൂത്രങ്ങളിൽ അവൾ കിടക്കുകയാണ്. ചിലർ അവരെ എടുക്കുന്നു, ചിലർ അവരെ കിടത്തുന്നു. അതായത് അവരെ വൃത്തിയാക്കാൻ വേണ്ടി ചിലർ എടുക്കുന്നു, വൃത്തിയാക്കിയതിന് ശേഷം ചിലർ കിടത്തുന്നു. ഭിക്ഷുക്കളെ, ഇപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? മുൻപുണ്ടായിരുന്ന അവളുടെ സൗന്ദര്യം അപ്രത്യക്ഷമായില്ലേ? അതിൻ്റെ കമ്മി പ്രകടമായില്ലേ? അതിൻ്റെ പ്രശ്നം പ്രകടമായില്ലേ? അതേ ബന്ധേ. ഭിക്ഷുക്കളെ, ഇതും രൂപത്തിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഭയമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും രൂപത്തെ കാണുന്നു, ശരീരത്തെ കാണുന്നു, അതിന് ഒട്ടും തന്നെ മാറ്റമില്ലെങ്കിൽ നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല. പക്ഷേ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അത് മാറും, അല്ലെങ്കിൽ നമ്മൾ മാറും, അല്ലെങ്കിൽ രണ്ടും മാറും. അനിത്യമായതുകൊണ്ടാണ് അത് ദുഃഖകരമാവുന്നത്. നമ്മൾ നിത്യമാണ്, പുറത്തുള്ള രൂപവും നിത്യമാണെങ്കിൽ അതിൻ്റെ ആസ്വാദനം ഒട്ടും തന്നെ പ്രശ്നമല്ല. പക്ഷേ ആസ്വാദനത്തിലുള്ള ആ അനുഭവവും നിത്യമാണ്. പക്ഷേ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് അനുഭവവും മാറുന്നു, അതും ദുഃഖകമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദുഃഖം പ്രകടമാകുന്നത്. മാറ്റമില്ലെങ്കിൽ ദുഃഖം പ്രകടമല്ല.
മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം നിർവ്വാണം അല്ലെങ്കിൽ മുക്തി മോക്ഷമാണ്. അവിടെ യാതൊരുവിധ മാറ്റവും ഇല്ല. അത് ശാശ്വതമാണ്, നിത്യമാണ്, ധ്രുവമാണ്. അതിനാൽ അവിടെ ദുഃഖമില്ല. അതുകൊണ്ടാണ് ദുഃഖമില്ലാത്ത, മാറ്റമില്ലാത്ത ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഭിക്ഷുക്കളും അല്ലെങ്കിൽ എല്ലാ സന്യാസിമാരും ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ കരുതുക, ആ സ്ത്രീ പിന്നീട് മരിച്ചു. അവരുടെ മൃതശരീരത്തെ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ മരിച്ചിട്ട് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. ശരീരം വീർത്തിരിക്കുകയാണ്, നീല നിറമായിരിക്കുകയാണ്. അതിൽ പുഴുക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭിക്ഷുക്കളെ നിങ്ങൾ എന്ത് കരുതുന്നു? അവളുടെ മുൻപുള്ള ആ സൗന്ദര്യം നഷ്ടമായില്ലേ? അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഭയം പ്രകടമായില്ലേ? അതേ ബന്ധേ ഭിക്ഷുക്കളെ, ഇതും രൂപത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഭയമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ കരുതുക, ആ സ്ത്രീയുടെ മൃതശരീരം ശ്മശാനത്തിൽ കിടക്കുകയാണ്. അതിനെ കാക്കകളും കുറുക്കന്മാരും കഴുകന്മാരും മാംസഭോജികളായിട്ടുള്ള പക്ഷികളും പട്ടികളും കടുവകളും പുലികളും കുറുക്കന്മാരും മറ്റ് ചെറിയ ചെറിയ ജീവികളും അതിനെ തിന്നിരിക്കുന്നു. ഭിക്ഷുക്കളെ, ഇപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? മുൻപുണ്ടായിരുന്ന ആ സ്ത്രീയുടെ സൗന്ദര്യം അപ്രത്യക്ഷമായില്ലേ? അതിൻ്റെ കുറവുകൾ പ്രകടമായില്ലേ? പ്രശ്നം പ്രകടമായില്ലേ? ഭയം പ്രകടമായില്ലേ? അതേ ബന്ധേ ഭിക്ഷുക്കളെ, ഇതും രൂപത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഭയമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ കരുതുക, ആ സ്ത്രീയുടെ ശരീരം ശ്മശാനത്തിൽ കിടക്കുകയാണ്. അത് അസ്ഥികൂടം മാത്രമായിട്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് മാംസമുണ്ട്, രക്തമുണ്ട്, സ്നായുക്കളാൽ ബന്ധിക്കപ്പെട്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ അസ്ഥികൂടത്തിൽ നിന്ന് മാംസവും അപ്രത്യക്ഷമായി, കുറച്ച് രക്തം മാത്രം പുരണ്ടിട്ടുണ്ട്, സ്നായുക്കളാൽ ബന്ധിക്കപ്പെട്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ അസ്ഥികൂടത്തിൽ നിന്ന് രക്തവും മാംസവും അപ്രത്യക്ഷമായി, സ്നായുക്കളാൽ ബന്ധിക്കപ്പെട്ടതാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ അസ്ഥികഷ്ണങ്ങളും സ്നായുക്കളാൽ വേർപെട്ട് പല ദിശകളിൽ ചിതറിക്കിടക്കുകയാണ്. ഇവിടെ ഒരു കൈയിൻ്റെ അസ്ഥി, അവിടെ ഒരു കാലിൻ്റെ അസ്ഥി, ഇവിടെ ഒരു താടിയെല്ലിൻ്റെ അസ്ഥി, അവിടെ ഒരു തുടയുടെ അസ്ഥി, അവിടെ ഒരു അരക്കെട്ടിൻ്റെ അസ്ഥി, അവിടെ ഒരു വാരിയെല്ലിൻ്റെ അസ്ഥി, ഇവിടെ ഒരു നട്ടെല്ല്, അവിടെ ഒരു കൈയിൻ്റെ അസ്ഥി, അവിടെ ഒരു കഴുത്തിൻ്റെ അസ്ഥി, അവിടെ ഒരു വായിൻ്റെ അസ്ഥി, അവിടെ ഒരു പല്ല്, അവിടെ ഒരു തലയോട്ടി. ഇപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? അവളുടെ മുൻപുണ്ടായിരുന്ന സൗന്ദര്യം നഷ്ടമായില്ലേ? അതിൻ്റെ പ്രശ്നം, ഭയം പ്രകടമായില്ലേ? അതേ ബന്ധേ ഭിക്ഷുക്കളെ, ഇത് തന്നെയാണ് രൂപത്തിൻ്റെ ഭയം അല്ലെങ്കിൽ പ്രശ്നം. ഇനി അതേ സ്ത്രീയുടെ ശരീരം ശ്മശാനത്തിൽ കിടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ആ അസ്ഥികൾ വെളുത്ത് ശംഖ് പോലെ ആയിരിക്കുന്നു, ശംഖിൻ്റെ കളറായിരിക്കുന്നു. പിന്നെ അസ്ഥികളും ജീർണിക്കാൻ തുടങ്ങി. പിന്നെ അസ്ഥികൾ ജീർണിച്ച് പൊടി രൂപത്തിലായി ഒരിടത്ത് കിടക്കുകയാണ്. ഭിക്ഷുക്കളെ, ഇപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? അവളുടെ മുൻപുണ്ടായിട്ടുള്ള സൗന്ദര്യം അപ്രത്യക്ഷമായില്ലേ? അതിൻ്റെ കുറവുകൾ, പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രകടമായില്ലേ? അതേ ബന്ധേ ഇതും രൂപത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഭയമാണ്. കിഞ്ച ഭിക്കവേ രൂപാനം നിസ്സരണം. ഭിക്ഷുക്കളെ, ഈ രൂപങ്ങളെ എങ്ങനെ അതിക്രമിക്കാം? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? യോ ഭിക്കവേ രൂപേസു ചന്ദരാഗ വിനയോ ചന്ദരാഗ പഹാണം ഇതം രൂപാണം നിസ്സരണം. ഭിക്ഷുക്കളെ, ആ രൂപത്തിനോടുള്ള ആഗ്രഹവും അതേപോലെ തന്നെ ആസക്തിയും ഉപേക്ഷിക്കുക. ആ ആഗ്രഹങ്ങളെയും ആസക്തിയെയും ഇല്ലാതാക്കുക. ഇതാണ് രൂപത്തിൽ നിന്നുള്ള നിസ്സരണം അല്ലെങ്കിൽ രൂപത്തിൽ നിന്നുള്ള മോചനം. നമ്മൾ കഴിഞ്ഞ സതിപഠാന സൂത്രത്തിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു. തൃഷ്ണ എപ്പോഴും തുടങ്ങുന്നത് ഇട്ട, മന്ദ, കനാപ, അതായത് ഇഷ്ടമുള്ള, പ്രിയമുള്ള വസ്തുക്കളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് ജാഗ്രത പുലർത്തേണ്ടതും ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലാണ്. ഇഷ്ടപ്പെട്ട രൂപം, ഇഷ്ടപ്പെട്ട ഗന്ധം, ഇഷ്ടപ്പെട്ട ശബ്ദം, ഇവയിലാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. ഇവയിൽ ആഗ്രഹം വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇവയിൽ രാഗം വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ രൂപത്തിൻ്റെ ഈ ആകർഷണത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
അതിന് ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് ബന്ദേ വിമലാരംസിയുടെ 6R എന്ന പ്രയോഗം തന്നെയാണ്. അതായത് മനസ്സിൽ ഇത്തരം അകുശലങ്ങളായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, റിലീസ് ഉപേക്ഷിക്കുക, റിലാക്സ് തലയിലെ സമ്മർദ്ദം റിലാക്സ് ചെയ്യുക, എന്നിട്ട് റീസ്മൈൽ പുഞ്ചിരിക്കുക, എന്നിട്ട് വീണ്ടും നമ്മളുടെ ആ ധ്യാനത്തിലേക്ക് തിരിച്ചു വരിക. ആ 6Rലെ റിലീസ് എന്ന സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. ചന്ദരാഗ വിനയോ, അതിനോടുള്ള ആസക്തി, അതേപോലെ തന്നെ അതിനോടുള്ള ആഗ്രഹം, അതിനെ ഉപേക്ഷിക്കുക, റിലീസ്, അതാണ് ഇവിടെ പറയുന്നത്. ഭിക്ഷുക്കളെ, ഇവിടെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ രൂപത്തെപ്പറ്റി, അതിൻ്റെ ആസ്വാദനം, അതേപോലെ തന്നെ അതിൻ്റെ ആദിനവം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തെപ്പറ്റി അവർക്ക് അറിയില്ല. അതിനാൽ അവർക്ക് സ്വയം ഈ രൂപത്തെപ്പറ്റി പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുമൂലം മറ്റൊരാളെ ഉപദേശിക്കാനോ ഉപദേശം കിട്ടിയ ആൾ ഈ രൂപത്തെ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കില്ല. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ രൂപത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ഭയം, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിടുതൽ എങ്ങനെ എന്ന് അവർക്ക് നല്ല പോലെ അറിയാം. അതിനാൽ അവർക്ക് ആ രൂപത്തെപ്പറ്റി നല്ല പോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമൂലം അവർക്ക് മറ്റുള്ളവരെ ആ രൂപത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അത് കേട്ടയാൾ അത് അഭ്യസിച്ചുകൊണ്ട് ആ രൂപത്തെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. കോച്ച ഭിക്കവേ വേദനാനം അസ്സാദോ, ഭിക്ഷുക്കളെ, വേദനയുടെ ആസ്വാദനം എന്താണ്? ഇവിടെ വേദന എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന അനുഭവം. അത് സുഖ അനുഭവമാകാം, ദുഃഖ അനുഭവമാകാം, അതേപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള അനുഭവം ആകാം. ഇവിടെ ആസ്വാദനം എന്ന് പറയുന്ന സമയത്ത് സുഖ അനുഭവങ്ങളുടെ ആസ്വാദനമാണ് പറയുന്നത്. എന്താണ് സുഖ അനുഭവങ്ങളുടെ ആസ്വാദനം എന്നാണ് ഇവിടെ ചോദ്യം. ഇവിടെ വീണ്ടും ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ധ്യാനത്തെക്കുറിച്ച് ഒരു വീഡിയോ പ്ലേലിസ്റ്റിൻ്റെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇത ഭിക്കവേ ഭിക്കു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കാമസുഖങ്ങളെ അകറ്റിക്കൊണ്ട്, വിവിച്ച കാമേഹി ഇന്ദ്രിയസുഖങ്ങളെ അകറ്റിക്കൊണ്ട്, വിവിച്ച അകുശലേഹി ധമ്മേഹി അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. അതായത് ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതി അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷമുണ്ട്, സുഖം അല്ലെങ്കിൽ ശരീരത്തിൽ സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. അതാണ് ഒന്നാമത്തെ ധ്യാനം. യസ്മിൻ സമയേ ഭിക്കവേ ഭിക്കു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. ഏത് സമയത്ത് ആ ഭിക്ഷു ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാതെ, അതേപോലെ തന്നെ അകുശലധർമ്മങ്ങൾ ഇല്ലാതെ, വിതർക്ക വിചാര പീതി സുഖ ഏകാഗ്രതയോടുകൂടിയ ആ പ്രഥമ ധ്യാനത്തിൽ വിഹരിക്കുന്നുവോ, നേവ തസ്മിൻ സമയേ ആ സമയത്തിൽ അത്തവ്യാപാദായപി ചേതേതി അവൻ തന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ന പരവ്യാപാദായപി ചേതേതി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ന ഉഭയവ്യാപാദായപി ചേതേതി രണ്ടുപേരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവിടെ യാതൊരുവിധ വ്യാപാദ ചിന്തകൾ, അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്തകൾ ഒരിക്കലും ഉണ്ടാകുകയില്ല. മറ്റുള്ള ചിന്തകളും ഉണ്ടായിരിക്കില്ല. ചിന്തകൾ അടങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ധ്യാനത്തിലെത്തുന്നത്. അവിടെ 5 നീവരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ 5 ശത്രുക്കൾ അവിടെ ഒരിക്കലും ഉണ്ടാകുകയില്ല. അവിടെ വിതർക്ക വിചാരം എന്നത് ധ്യാന വസ്തുവിൽ മാത്രമാണ്. അകുശല ചിന്തകൾ ഒരിക്കലും അവിടെ വിതർക്കം വിചാരമായിട്ട് വരാറില്ല. അഭ്യാപച്ചം യേവ തസ്മിൻ സമയേ വേദനം വേദേതി. ആ സമയത്ത് ആ വ്യക്തി അനുഭവിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം ഇല്ലാത്തതാണ്. അഭ്യാപജ്ജ പരമാഹം ഭിക്കവേ
വേദനാനം അസാദം വദാമി. ആ വ്യാപാത ചിന്തകളില്ലാത്ത ആ വേദന അല്ലെങ്കിൽ അനുഭവം, അതാണ് നമ്മൾക്ക് അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ആസ്വാദ്യമായിട്ടുള്ള അനുഭവം എന്ന് ഞാൻ പറയുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ആ സംവേദനകൾ എന്നുള്ളത് രാഗദ്വേഷ യുക്തമായിരിക്കും, അകുശലയുക്തമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അത് അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നമാണ്. എന്നാൽ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സുഖം എന്ന് പറയുന്നത് അത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ അകുശലധർമ്മം എന്നത് ഇല്ല. അതാണ് അഭ്യാപജ്യം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു കാര്യം ഓർക്കണം. ബുദ്ധൻ മനസ്സിനെ പബ്ഭാസര ചിത്തം എന്നാണ് പറയുന്നത്. അതായത് മനസ്സിൻ്റെ തനി സ്വഭാവം എന്ന് പറയുന്നത് പ്രകാശമാനമാണ്, ശാന്തമാണ്, സുഖമുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് ഇന്ദ്രിയ ക്ഷേത്രങ്ങളിൽ വിഹരിക്കുന്ന സമയത്ത്, അതായത് പുറത്തുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് അതിൽ രാഗദ്വേഷമുണ്ടാകും. അപ്പോൾ മനസ്സ് കളങ്കിതമാകുന്ന സമയത്ത് മനസ്സിൻ്റെ മൂലസ്വഭാവമായിട്ടുള്ള ശാന്തി സമാധാനത്തെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ ധ്യാനത്തിലൂടെ ആ കളങ്കങ്ങൾ നീങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ മൂലസ്വഭാവം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിൻ്റെ ശാന്തിയും സുഖവും. അതിനാൽ ധ്യാനത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ആ അനുഭവം അത് ഒരിക്കലും ബന്ധനത്തിന് കാരണമല്ല. അതുകൊണ്ടാണ് ബോധ്യാംഗത്തിലെ അംഗമാണ് എന്ന് പറയുന്നത്. പ്രീതി സുഖം എന്ന് പറയുന്നത് ബോധ്യാംഗത്തിലെ അംഗമാണ്. അതായത് നമ്മൾ ആ പ്രീതിയും സുഖവും അനുഭവിച്ചേ മതിയാകൂ, എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുക്തിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനോട് ആസക്തി പാടില്ല. അതാണ് ഇവിടെ പറയുന്നത് വിവേകജം പ്രീതി സുഖം. നമ്മൾ ആ പ്രീതിയും സുഖത്തെയും വിവേകത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. അതായത് ബന്ദേ വിമലാരൻസി പറഞ്ഞ 6R എന്നുള്ളത് ഇവിടെ വളരെ ഉള്ളതാണ്. നമ്മൾ ഒന്നിലും ആസക്തനാകാൻ പാടില്ല. പക്ഷേ അതേ സമയത്ത് അതിനെ തള്ളി മാറ്റാനോ വെറുക്കാനോ നമ്മൾ ശ്രമിക്കരുത്. ആ സുഖവും ശാന്തിയും വന്നു, നമ്മൾ 6R ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ സമാധിയിൽ സ്ഥിരരാകുന്നു. ഒരു കാര്യം ഓർക്കണം, സുഖിനോ ചിത്തം സമാധീയതി. ആരുടെ ശരീരത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അവൻ്റെ ചിത്തമാണ് സമാധിസ്ഥമാകുന്നത്, അവനെ സമാധി കിട്ടുകയുള്ളൂ. അതിനാൽ ധ്യാനത്തിലൂടെ കിട്ടുന്ന ആ സുഖങ്ങളിൽ ഒരിക്കലും ഭയക്കരുത്, അവയെ പേടിക്കരുത്. പക്ഷേ അതേ സമയത്ത് നമ്മൾക്ക് ആസക്തരാവേണ്ട ആവശ്യവുമില്ല. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ആവർത്തിക്കുകയാണ്. ആ ഭിക്ഷു 2ാമത്തെ ധ്യാനത്തിലെത്തി, 3ാമത്തെ ധ്യാനത്തിലെത്തി, 4ാമത്തെ ധ്യാനത്തിലെത്തി. ആ സമയത്തെല്ലാം ഉള്ള സംവേദന എന്ന് പറയുന്നത് അഭ്യാപജ്യമാണ്. അതായത് സ്വയം ഹിംസിക്കണം എന്ന വിചാരം ഇല്ലാത്തതാണ്. അപ്പോൾ കുശലമാണ്. യസ്മിൻ സമയേ ഭിക്ഷവേ ഭിക്ഷു സുഖസ്സജ പഹാന് ദുഃഖസ്സജ പഹാന് പുബ്ബേവ സോമനസ്സ ദോമനസ്സാനം അട്ടംഗമ അദുഃഖമസുഖം ഉപേക്ഷ സതി പാരിശുദ്ധം ചതുർത്ഥം ധ്യാനം ഉപസമ്പജ്ജ വിഹരതി. ഭിക്ഷുക്കളെ, 4ാമത്തെ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് ആ ഭിക്ഷു സുഖത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സൗമനസ്സം ദൗർമനസ്സം, അതായത് മനസ്സിലുണ്ടായിരുന്ന ആ സുഖം, അതേപോലെ തന്നെ ദുർമനസ്, അതിനെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് അദുഃഖമസുഖം, സുഖമോ ദുഃഖമോ ഇല്ലാത്ത ഉപേക്ഷാസടി പാരിശുദ്ധം ചതുർത്ഥം ധ്യാനം ഉപസമ്പജ്ജ വിഹരതി, 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ദോമനസം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾക്ക് ധ്യാനാംഗങ്ങൾ നഷ്ടമാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അല്പം ദുർമനമാകും. ചിലപ്പോൾ നമ്മൾക്ക് വീണ്ടും എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് ദുർമനമാകും. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 4ാമത്തെ ധ്യാനത്തിൽ ഇവ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അവിടെയും ആ വ്യക്തി സ്വയം ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ദ്വേഷചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്നില്ല. രണ്ടുപേരെയും ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ദ്വേഷചിന്തകൾ അവിടെ ഉണ്ടാകുന്നില്ല. അവർക്ക് വ്യാപാദമില്ലാത്ത ആ അനുഭവങ്ങൾ ആണ്, വേദനയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ വ്യാപാദം ഇല്ലാത്ത ആ അനുഭവങ്ങളുടെ ആസ്വാദനമാണ് ഏറ്റവും ഉയർന്ന ആസ്വാദനം എന്ന് ഞാൻ പറയുന്നു. കോചഭിക്ഷവേ വേദനാനം ആദിനവോ. ഭിക്ഷുക്കളെ, ഈ വേദനകളുടെ അല്ലെങ്കിൽ സംവേദനകളുടെ പ്രശ്നമെന്താണ്?
അതിൻ്റെ ഭയം എന്താണ്? യം ഭിക്കവേ വേദന അനിച്ഛ ദുഃഖ വിപരിണാമധമ്മ അയം വേദനാനം ആദിനവോ. ഭിക്ഷുക്കളെ, ഈ വേദനകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അനിത്യമാണ്, ദുഃഖമാണ്, വിപരിണാമധമ്മ, അതായത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ വേദനകൾ പ്രശ്നമാണ് അല്ലെങ്കിൽ ഭയമാണ് എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ മാറുന്നില്ല എങ്കിൽ, സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല, അനുഭവം അനുഭവിക്കാം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ അനുഭവങ്ങളും മാറിയാൽ ദുഃഖം തന്നെയാണ് ആകുന്നത്. കിഞ്ച ഭിക്കവേ വേദനാനം നിസ്സരണം. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഈ വേദനകളിൽ നിന്ന് പുറത്തു വരുന്നത്, രക്ഷപ്പെടുന്നത്? യോ ഭിക്കവേ വേദനാസു ഛന്ദരാഗവിനയോ ഛന്ദരാഗപഹാനം ഇതം വേദനാനം നിസ്സരണം. ഭിക്ഷുക്കളെ, ഈ വേദനയോടുള്ള ആഗ്രഹം, അതിനോടുള്ള ആസക്തി, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. ആ ആഗ്രഹങ്ങളെയും ആസക്തിയെയും നിങ്ങൾ നഷ്ടപ്പെടുത്തണം. ഇങ്ങനെയാണ് വേദനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെ ആഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തൃഷ്ണ തന്നെയാണ്. തൃഷ്ണയെ നിങ്ങൾ നഷ്ടമാക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളായാലും രൂപമായാലും വേദനയാണെങ്കിലും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഛന്ദരാഗ, അതിനോടുള്ള ആസക്തി, അതേപോലെ തന്നെ അതിനോടുള്ള ആഗ്രഹം, അതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, അതാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അതായത് തൃഷ്ണയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം. ഭിക്ഷുക്കളെ, ഇവിടെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ശരിയായിട്ട് ഈ സംവേദനകളുടെ അല്ലെങ്കിൽ വേദനകളുടെ മനസ്സിലാക്കുന്നില്ല. വേദനകളുടെ ആസ്വാദനം, പ്രശ്നം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെപ്പറ്റി അവർ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല. അത് കാരണം അവർക്ക് വേദനകളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുമൂലം മറ്റുള്ളവരെ അവർക്ക് പഠിപ്പിക്കാനും സാധിക്കില്ല. പഠിച്ചവർക്ക് ആ വേദനകളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനും സാധിക്കില്ല. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ വേദനകളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആസ്വാദനം, ഭയം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമൂലം അവർക്ക് വേദനയെ സ്വയം പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരെ അതിനെപ്പറ്റി ഉപദേശിക്കാൻ സാധിക്കുന്നു. ഉപദേശം കേട്ടവർ അതിനനുസരിച്ച് ജോലി ചെയ്ത് ആ വേദനകളെപ്പറ്റി പരിപൂർണമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. തൃപ്തരായി ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തെ അനുമോദനം ചെയ്തു. അങ്ങനെ മഹാദുഃഖ ഖണ്ഡസൂത്രം അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായ ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.